ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച നദികൾ എന്ന ടോപ്പിക്കിന്റെ ബാലൻസ് ഭാഗമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും വലിയ നദിയായ കേരളത്തിലെ പെരിയാർ നദിയെക്കുറിച്ചും ഭാരതപ്പുഴയെക്കുറിച്ചും പമ്പ, ചാലിയാർ, ചാലക്കുടി പുഴ ഇങ്ങനെ 5 നദികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCക്ക് ചോദിക്കുന്ന മറ്റൊരു നദിയാണ്. അത് നെയ്യാർ എന്ന നദിയാണ്. അപ്പൊ നമുക്കറിയേണ്ടത് നെയ്യാറിനെ കുറിച്ചാണ്. നെയ്യാറിന്റെ നീളം വരുന്നത് 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് നെയ്യാർ എന്ന നദി ഉത്ഭവിക്കുന്നത്? അഗസ്ത്യമല പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നെയ്യാർ എന്ന നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ നെയ്യാറിന്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ ആണ്. 56 കിലോമീറ്റർ ആണ് നെയ്യാറിന്റെ നീളം. അപ്പോ നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു നദി ഉത്ഭവിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? അത് നെയ്യാറാണ്. നെയ്യാറ് പതിക്കുന്ന കടൽ ഏതാണ്? അറബിക്കടലിലാണ് നെയ്യാർ എന്ന നദി പതിക്കുന്നത്. അപ്പൊ നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. ഇത് അഗസ്ത്യമല പശ്ചിമഘട്ടത്തിലാണ് ഉത്ഭവം. ഇത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാറ് പതിക്കുന്ന കടലേത്? അറബിക്കടലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്, തെക്കേ അറ്റത്താണ്. ഇത് അറബിക്കടലിലോട്ടാണ് പോയി പതിക്കുന്നത്. അറബിക്കടലിൽ പോയി പതിക്കുന്നു. ഇനി നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? കല്ലാറും കരവലിയാറുമാണ് നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. കയ്യാറും കരവലിയാറുമാണ് നമ്മുടെ നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അപ്പൊ ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ എന്ന നദിയുടെ തീരത്താണ്. നെയ്യാർ എന്ന നദിയുടെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നെയ്യാറിനെ കുറിച്ച് പഠിച്ചു. അഗസ്ത്യമല പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തിരുവനന്തപുരത്താണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദിയാണ്. 56 കിലോമീറ്റർ ആണ് നീളം. ഇത് അറബിക്കടലിൽ പോയി പതിക്കുന്നു. ഇതിന്റെ പോഷക നദികൾ കല്ലാറും കരവലിയാറുമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മുടെ ശ്രീനാരായണ ഗുരു നടത്തിയിരുന്നു. ഈ ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഇത് എവിടെയാണ്? നെയ്യാറിന്റെ തീരത്താണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴയെ കുറിച്ചാണ്. ഇത്രയും മാത്രം നമുക്ക് നെയ്യാറിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് മഞ്ചേശ്വരം പുഴയെ കുറിച്ച് പഠിക്കാം. മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ്. 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മഞ്ചേശ്വരം. 16 കിലോമീറ്റർ ആണ്. നമ്മുടെ നിയമം അനുസരിച്ച് മിനിമം 15 കിലോമീറ്റർ ഉണ്ടെങ്കിലേ നമ്മൾ നദി എന്ന് വിളിക്കുകയുള്ളൂ. അപ്പൊ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? അത് മഞ്ചേശ്വരമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കേരളത്തില് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി, കടലിൽ പതിക്കുന്ന ചെറിയ നദി ചോദിച്ചാൽ രാമപുരം പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ചെറിയ നദി ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അയിരൂർ പുഴയാണ്. ഇനി കേരളത്തിലെ ചെറിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരവും അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയാണ്. അപ്പോ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നദി. നീളം കൂടിയത് പെരിയാറാണ്, 244 കിലോമീറ്റർ. അപ്പൊ വടക്കേ അറ്റത്തെ നദി ഏത്? കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ ഇത് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ബാലപ്പൂണി കുന്നുകളിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു നദി പോയി പതിക്കുന്നത് എങ്ങോട്ടാണ്? കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉപ്പളക്കായലിലാണ് ഈ നദി പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്, വടക്കേറ്റത്തെ നദിയാണ്. കാസർഗോഡ് ജില്ലയിൽ ഉത്ഭവിച്ച് കാസർഗോഡ് തന്നെ പതിച്ചു തീരുകയാണ്. ബാലപ്പൂണി കുന്നിൽ ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പോയി പതിക്കുന്നു. അപ്പൊ ചെറിയ നദി 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം അറിയേണ്ടത്, ചെറുതാണ്, വടക്കേ അറ്റത്താണ്, കാസർഗോഡ് ജില്ലയിലെ നദിയാണ്. അപ്പൊ ബാലപ്പൂണി കുന്നിലാണ് ആരംഭം, ഇത് പതിക്കുന്നത് ഉപ്പളക്കായൽ.
നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് കാസർഗോഡിനെയാണ് നദികളുടെ നാട് എന്ന് പറയുന്നത്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. ഇനി നമുക്ക് മയ്യഴിപ്പുഴയെ കുറിച്ച് പഠിക്കാം. എന്താണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ? അപ്പോൾ നമ്മള് മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ തലശ്ശേരി എന്ന സ്ഥലത്തെയും മാഹി എന്ന സ്ഥലത്തെയും വേർതിരിക്കുന്ന നദിയാണ്. തലശ്ശേരി എന്ന സ്ഥലത്തെയും മാഹി എന്ന സ്ഥലത്തെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. അപ്പൊ തലശ്ശേരി മാഹി യഥാക്രമം ഇത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായി. തലശ്ശേരി ബ്രിട്ടന്റെ കോളനിയാണ്, മാഹി എന്ന് പറയുമ്പോൾ ഫ്രാൻസിന്റെ കോളനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് ഈ ഒരു മയ്യഴിപ്പുഴയെ അറിയപ്പെടുന്നത്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായതുകൊണ്ട് ഇതിനെ വേർതിരിക്കുന്ന ഈ നദിയെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നു. അത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നും കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നും അറിയപ്പെടുന്നത് എന്തിനു തന്നെയാണ്? മയ്യഴിപ്പുഴയാണ്. അപ്പൊ മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ട് പശ്ചിമഘട്ടത്തില് വയനാട് കുന്നുകളിലാണ് നമ്മുടെ മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം. വയനാട് കുന്ന് പശ്ചിമഘട്ടത്തില് വയനാട് കുന്നിലാണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം വരുന്നത്. ഇനി ഈ മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? മയ്യഴിപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് മയ്യഴിപ്പുഴ പതിക്കുന്നത്. മയ്യഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. അറബിക്കടൽ. അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നു. ഇനി മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? എം മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. മയ്യഴിപ്പുഴയുടെ ആകെ നീളം എത്രയാണ്? മയ്യഴിപ്പുഴയുടെ ആകെ നീളം വരുന്നത് 54 കിലോമീറ്റർ ആണ്. അപ്പൊ മയ്യഴി അല്ലെങ്കിൽ മാഹിപ്പുഴ ആകെ നീളം 54 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉത്ഭവം വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയില് പശ്ചിമഘട്ടത്തിലാണ്. ഇത് അറബിക്കടലിലാണ് പോയി പതിക്കുന്നത്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? എം മുകുന്ദനാണ്. അപ്പൊ തലശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ മാഹി ഇത് തമ്മിൽ വേർതിരിക്കുന്നു. അതാണ് ഇംഗ്ലീഷ് ചാനലിന് പേര് വരാൻ കാരണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രഗിരി പുഴയെ കുറിച്ചാണ്. ചന്ദ്രഗിരി പുഴയെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ്. അപ്പോ കാസർഗോഡ് ജില്ല യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തൻ മൗര്യന്റെ പേരിലുള്ള കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. ഇപ്പൊ നമ്മുടെ കാസർഗോഡ് ജില്ല PSC ചോദ്യമാണ്, യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏത്? കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലുള്ള കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴയാണ്. ഇനി അടുത്തൊരു നദിയാണ് മഞ്ഞ നദി. കേരളത്തിലെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി. കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ. ഇനി മീനച്ചിലാർ എന്ന് പറയുന്നത് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചിലാറാണ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് നമ്മുടെ മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ്. അപ്പോ അരുന്ധതി റോയി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തില് നമ്മുടെ മീനച്ചിലാർ, കോട്ടയം ജില്ലയിലെ മീനച്ചിലാറ്, കോട്ടയത്തെ അയിരൂർ എന്ന സ്ഥലം ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോ നെയ്യാർ എന്ന നദിയെ കുറിച്ച് കണ്ടു. നമ്മുടെ മറ്റൊരു നദി ഏതാണ്? മയ്യഴിപ്പുഴയെ കുറിച്ച് പഠിച്ചു. മഞ്ചേശ്വരം പുഴയെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ നമ്മൾ ചന്ദ്രഗിരി പുഴയെ കുറിച്ചും പഠിച്ചു. കാസർഗോഡ് ജില്ല യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു. ഇനി മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മഞ്ഞ നദി എന്ന് പറയുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മീനച്ചിലാർ എന്ന് പറയുമ്പോൾ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇത്രയും നമ്മൾ പഠിച്ചു.
ഇനി നമുക്ക് മൂന്നാറിൽ സംഗമിക്കുന്ന നദികളിലേക്ക് വരാം. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളം. 3 ആറ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാറുകളുണ്ട്. ഒന്ന് മുതിരപ്പുഴയാണ്, മറ്റൊന്ന് നല്ലതണ്ണിയാണ്, വേറൊരെണ്ണം കുണ്ടളയാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളം. ഇനി ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി പുഴയിലാണ്. ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പൊ അറബിക്കടലിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാമപുരം പുഴയാണ്. കല്ലായി പുഴ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലൂടെയാണ്. കല്ലായി പുഴ ഒഴുകുന്നു. കല്ലായി കടവത്തെ പാട്ടില്ലേ, അപ്പൊ അത് കോഴിക്കോട് ഒഴുകുന്ന നദിയാണ്. ഇനി PS ചോദിച്ചിട്ടുണ്ട്, തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. തുഷാരഗിരി വെള്ളച്ചാട്ടം അത് ചാലിപ്പുഴയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇനി പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ്? പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കര പുഴയാണ്. നമ്മുടെ ഉത്തരം ഇത്തിക്കര പുഴയാണ്. അപ്പൊ മൂന്നാറിൽ സംഗമിക്കുന്നത് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ധർമ്മടം ദ്വീപ്, അഞ്ചരക്കണ്ടി പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ചെറിയ നദി രാമപുരം പുഴ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കര പുഴയാണ്. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ. അപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. കിള്ളിയാറിന്റെ തീരത്തുള്ള തീർത്ഥാടന കേന്ദ്രം വരെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നെയ്യാറ് കണ്ടു, 56 കിലോമീറ്റർ. അഗസ്ത്യമല പശ്ചിമഘട്ടം, തെക്കേയറ്റം നെയ്യാറാണ്. പതിക്കുന്ന കടല് അറബിക്കടലാണ്. പ്രധാന പോഷക നദികൾ കണ്ടു, കല്ലാറ്, കരവലിയാറ്, അരുവിപ്പുറം നെയ്യാറിന്റെ തീരത്ത്. മഞ്ചേശ്വരം പുഴ നീളം കുറവാണ്, 16 കിലോമീറ്റർ ആണ്. ബാലപ്പൂണി കുന്നുകളിലാണ് ഉത്ഭവം. ഇത് പോയി പതിക്കുന്നത് ഉപ്പള കായലിലേക്കാണ്. മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ വടക്കേ അറ്റത്തെ നദിയാണ്. മാഹിപ്പുഴ 54 കിലോമീറ്റർ. വയനാട് ജില്ല ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്നു. ഇംഗ്ലീഷ് ചാനൽ M മുകുന്ദൻ കണ്ടു. കാസർഗോഡ് ജില്ല യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നത് ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടും. മഞ്ഞ നദി കുറ്റ്യാടി പുഴയാണ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചില. അരുന്ധതി റോയി, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്കർ പ്രൈസ് ലഭിച്ച സാഹിത്യകാരിയാണ് അരുന്ധതി റോയി. മീനച്ചിലാറ് പ്രതിപാദിക്കും. മൂന്നാറ്, മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളം. 3 സ്ഥലങ്ങൾ. മൂന്നാറ്. ഈ ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടമോ ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കര പുഴ. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ആറ്റുകാൽ ക്ഷേത്രം. ഇനി നമ്മൾ പറയുന്നത് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ്? നമ്മുടെ ഉത്തരം വളപട്ടണമാണ്. കർണാടകയിൽ ഉത്ഭവിക്കുന്നു, കേരളത്തിലേക്ക് ഒഴുകുന്നു. കണ്ടോ? ഇനി മറ്റൊരു നദിയുണ്ട്, കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നു. ഇത് പറഞ്ഞത് കർണാടകത്തിൽ ഉത്ഭവിക്കുന്നു, കേരളത്തിലേക്ക് ഒഴുകുന്നു. എന്നാൽ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദി മാത്രമേ ഉള്ളൂ. കേരളത്തില് ഉത്ഭവിച്ചുകൊണ്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദി, ഏക നദി, അതേതാണ്? അതാണ് കബനി. അപ്പോ രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരും, അത് വളപട്ടണമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വലിയ നദിയാണ് വളപട്ടണം പുഴ. OV വിജയൻ
ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഈ തൂതപ്പുഴയാണ് OV വിജയന്റെ ഗുരുസാഗരത്തിൽ പരാമർശിക്കുന്നത്. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ കാണുന്ന നദി ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴ. SK പൊറ്റക്കാട് നാടൻ പ്രേമം വെരി ഇമ്പോർട്ടന്റ്, PS ചോദിച്ചിട്ടുണ്ട്. ഗുരുസാഗരത്തിലെ നദി ഏത്? അത് തൂതപ്പുഴയാണ്. ഗുരുസാഗരം, ഗുരു നമ്മളുടെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എല്ലാം തൂത്ത് കളയുന്നു, നമ്മളെ നല്ലതാക്കുന്നു. ഗുരു എന്ത് ചെയ്യുന്നു? തൂത്ത് കളയുന്നു. അല്ലെങ്കിൽ സാഗരം ഓർക്കാൻ, കടല് വന്ന് നമ്മൾ എന്തെഴുതിയാലും, മണ്ണിൽ എന്തെഴുതിയാലും തൂത്ത് കളയും അല്ലെ. മണ്ണിൽ നമ്മൾ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതും, എല്ലാം വന്ന് തൂത്ത് കളയും. അപ്പൊ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതി ഇരുവഴിഞ്ഞിപ്പുഴ. അപ്പോ ഇരുവഴികളാണ് അല്ലെ, രണ്ട് വഴികളാണ്. രണ്ട് വഴിയുടെ അറ്റത്ത് നിന്ന് രണ്ടുപേര് പ്രേമിക്കുന്നു. നാടൻ പ്രേമം. പണ്ടത്തെ പ്രേമം എങ്ങനെയാണ്? വഴിയോരങ്ങളിൽ നിന്നാണ് അല്ലെ. അപ്പൊ നാടൻ പ്രേമമാണ്, ഇരുവഴിഞ്ഞിപ്പുഴയാണ് SK പൊറ്റക്കാട്. അപ്പോ നമ്മൾ പഠിച്ചു മീനച്ചിലാറ്, നമ്മുടെ ഗോഡ് സ്മോൾ തിങ്സ്, അരുന്ധതി റോയ്, OV വിജയൻ, ഗുരുസാഗരം, തൂതപ്പുഴ, SK പൊറ്റക്കാട്, നാടൻ പ്രേമം, ഇരുവഴിഞ്ഞിപ്പുഴ. പിന്നെ നമ്മൾ പഠിച്ച വെരി ഇമ്പോർട്ടന്റ്, എല്ലാം PSCയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ. എന്നാൽ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദിയേ ഉള്ളൂ, അത് കബനിയാണ്. അപ്പൊ കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കബനി, ഭവാനി, പമ്പാറ. അതിലെ ഏറ്റവും വലിയ നദിയായ കബനിയിലേക്ക് പോകാം. കബനിയുടെ നീളം കണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ നദി 244 കിലോമീറ്റർ ഉള്ള പെരിയാറാണ്. അതിനോട് അടുത്ത് തന്നെ വരുന്ന 240 കിലോമീറ്റർ ഉള്ള സാധനമാണ് ഈ കബനി. വലിയ നദിയാണ്. പക്ഷേ കേരളത്തിന് ഇതിന്റെ നീളം വെറും 56.5 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിന് ഇത് എത്ര നീളമേ ഉള്ളൂ? 56.5 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലെ നീളം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് വെച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ കേരളത്തിലെ വലിയ നദി എന്ന് പറയാൻ പറ്റത്തില്ല. ടോട്ടൽ ഇത് നോക്കുമ്പോൾ ഇതൊരു വലിയ നദിയാണ്. പക്ഷെ ഇതങ്ങ് ഒഴുകി എങ്ങോട്ട് പോവുകയാണ്? കർണാടകത്തിലേക്ക് പോകുന്നു. അപ്പൊ കേരളത്തിൽ ഇതിന് കുറച്ച് നീളമേ ഉള്ളൂ. ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ വലിയ നദിയാണ് കബനി. കബനിക്ക് മറ്റൊരു പേരുണ്ട്, PS ചോദിച്ചു. കപില എന്നറിയപ്പെടുന്ന നദി ഏത്? കപില എന്ന് അറിയപ്പെടുന്ന നദി കബനിയാണ്. കബനിയുടെ ഉത്ഭവ സ്ഥാനം PS ചോദിച്ചിട്ടുണ്ട്. തൊണ്ടാർമുടിയാണ്. വയനാട് ജില്ലയിലാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. PS ചോദിച്ച ചോദ്യമാണ്, തൊണ്ടാർമുടി. അപ്പൊ കബനി നദി 56.5 കിലോമീറ്റർ ആണ്. 240 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ്. കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടിയാണ്, വയനാട് ജില്ലയിലാണ്. ഇനി കബനി നദി പോയി പതിക്കുന്നത് എങ്ങോട്ടാണ്? കർണാടകയിലുള്ള കാവേരിയിലേക്കാണ് കബനി നദി പതിക്കുന്നത്. കബനി നദിയുടെ പതനസ്ഥാനം കർണാടകയിലാണ്, കാവേരിയിലാണ്. അപ്പൊ കബനി എന്ന നദി കാവേരി എന്ന നദിയിൽ പോയി പതിക്കുന്നു. ഇത് തമ്മിൽ ചേരുന്നത് തിരുമക്കുടലാണ്. നമ്മള് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നു പൊന്നാനി എന്ന സ്ഥലത്ത് വെച്ച് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കബനി നദി കാവേരി എന്ന നദിയിൽ പോയി വീഴുന്നു. ഈ കാവേരി തമ്മിൽ ഒന്നിക്കുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. ഇനി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ബാണാസുര സാഗർ ഡാം കേരളത്തിലെ ഏക എർത്ത് ഡാമാണ് അല്ലെ. ഈ എർത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അപ്പൊ കബനി നദി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ്. കാവേരി നദിയിൽ പോയി പതിക്കുന്നു. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദിയാണ്. കപില എന്ന് അറിയപ്പെടുന്നു. വലിയ നദിയാണ്. ഇതിന് പക്ഷെ കേരളത്തിൽ 56.5 കിലോമീറ്ററേ ഉള്ളൂ. ഇനി കാവേരി കർണാടകയിലാണ് പോയി പതിക്കുന്നത്. കബനി നദി കാവേരിയുമായി ചേരുന്നത് തിരുമക്കുടലാണ്. ബാണാസുര സാഗർ ഡാം എർത്ത് ഡാം കേരളത്തിലെ ഏക എർത്ത് ഡാമാണ്. ഇത് കബനി നദിയാണ്. കുറുവാദ്വീപ് PS ചോദ്യമാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കുറുവാദ്വീപ് കബനി നദിയിലാണ്. അപ്പോ കബനി നദിയുടെ തീരത്ത് ഒരു ദേശീയോദ്യാനം ഉണ്ട്, അതും ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലുള്ള നാഗർഹോൾ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്താണ്. തേക്കടി വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്താണ്. ഇവിടെ ചോദ്യം നാഗർഹോള വന്യജീവി സങ്കേതം, ഇത് നാഗർഹോള കബനി നദിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കബനി ബനി എന്ന് ഓർക്കുക. ബനിയൻ നിറച്ച് ഹോളാണ് നാഗർഹോള്. ബനിയൻ നിറച്ച് ഹോളാണ്. നഗരത്തിലെ കടയിൽ നിന്ന് വാങ്ങിയ ബനിയൻ നിറച്ച് ഹോളാണ്. നഗരത്തിലെ കടയിൽ നിന്ന് വാങ്ങിയ ബനിയൻ നിറച്ച് ഹോളാണ്. അപ്പോ അങ്ങനെ നമുക്ക് ഒത്തുവെക്കാം. ഇനി നമ്മൾ ഭവാനിയിലേക്ക് പോകും. കേരളത്തിലെ
നീളം ഇതിന് 37.5 ഉള്ളൂ. എന്നാൽ ഇതിനാകെ 217 കിലോമീറ്റർ നീളമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദി 244 കിലോമീറ്ററും രണ്ടാമത്തെ നീളം കൂടി 209 കിലോമീറ്ററും മൂന്നാമത്തത് 176 കിലോമീറ്ററുമാണ്. അപ്പോ ഈ തൊട്ട് പുറകിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു നദിയാണ് ഭവാനി. പക്ഷെ കേരളത്തിലൂടെ കുറച്ചേ ഉള്ളൂ, 37.5 കിലോമീറ്റർ മാത്രമാണ്. ഇതിന്റെ ഉത്ഭവം നീലഗിരിയാണ്. പതിക്കുന്നത് കാവേരി നദിയിൽ തന്നെയാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ, മൂന്നും കാവേരി നദിയിലാണ് പതിക്കുന്നത്. കാവേരി നദിയിലാണ് പതിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ഥലം നോക്കിയേ, മറ്റേത് കർണാടകയിലാണ് പതിച്ചത്, ഇതോ തമിഴ്നാട്ടിലാണ് പതിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലാണ് പതിക്കുന്നത്. ഭവാനി എന്ന് പറയുന്നത് തമിഴ് ഭവാനി, ഭാവന എവിടെയാണ് പോയത്? തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയി. തമിഴ്നാട്ടിലാണ് ഭാവന സിനിമയിൽ അഭിനയിക്കാൻ പോയതെന്ന് ഓർക്കുക. തമിഴ്. ഇനി പിന്നെ നമുക്ക് വേറെ ഓർക്കാം, ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സിനിമാ നടന്മാരുടെ ഒക്കെ സ്ഥലം ഭാവന അങ്ങ് ചെന്നൈയിലൊക്കെയല്ലേ, മിക്കവരും ചെന്നൈയിലൊക്കെയാണ് സെറ്റിൽഡ്. അപ്പൊ നമ്മുടെ ആളുകളുടെ ഭവനം, വീട് ചെന്നൈയിലാണ്, തമിഴ്നാട് എന്ന് ഓർക്കുക. അപ്പൊ ഭവാനിക്ക് ഒരു പോഷക നദിയുണ്ട്, ശിരുവാണി. ഭവാനിയുടെ പോഷക നദി ഏതാണ്? ശിരുവാണി. ഭവാനി ഒഴുകുന്ന ജില്ല PSC ചോദ്യമാണ്. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് നിന്ന് പിന്നെ തമിഴ്നാട്ടിലോട്ടാണല്ലോ എളുപ്പം. അപ്പൊ പാലക്കാട് ജില്ലയാണ് ഭവാനി ഒഴുകുന്ന ജില്ല. ഇതിന്റെ ഒരു പോഷക നദി PSC ചോദിച്ചിട്ടുണ്ട്, വരയാർ. നമുക്കറിയാം, നമ്മുടെ ഭവനം നോക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ നിറച്ച് ഭിത്തിയെല്ലാം വരച്ചു വെച്ചേക്കുക അല്ലെ. അപ്പൊ ഭവാനി, വരയാറ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ഭവാനിയുടെ പോഷക നദിയാണ് ശിരുവാണി. ഇത് അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ ശിരുവാണി എവിടെ കൂടിയാണ് ഒഴുകുന്നത്? അട്ടപ്പാടി ആദിവാസി മേഖല, പാലക്കാട് ജില്ല, അത് നമുക്കറിയാം. ഇനി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. ഭവാനിയുടെ പോഷക നദിയാണ് ശിരുവാണി. ഇത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഇത് തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂർ എന്ന സ്ഥലത്ത് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് കൂടിയാണ് ശിരുവാണി. അപ്പൊ ഭവാനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നീലഗിരിയിൽ ഉത്ഭവിക്കുന്നു, പതിക്കുന്നത് കാവേരിയിലാണ്. ഇതിന്റെ പോഷക നദിയാണ് വരയാറും ശിരുവാണിയും. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്. അട്ടപ്പാടിയിലൂടെ ശിരുവാണി ഒഴുകുന്നു, കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നു. ഇനി PSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, മുക്കാലി തടയണ എവിടെയാണ്? ഭവാനിയില. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഭവാനിയിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് തിന്നുകയാണ്. വീട്ടിലിരുന്ന് തിന്നുമ്പോൾ നമ്മൾക്ക് പറയാം മൂക്കുമുട്ട തിന്നില്ലേ. നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കഴിക്കും അല്ലെ. വീട്ടിലാണെങ്കിൽ നമ്മൾ മൂക്കുമുട്ട തിന്നും. അപ്പൊ അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം, മുക്കാലി ഭവനത്തിലിരുന്ന് മൂക്കുമുട്ട തിന്നു. അപ്പൊ തടയാൻ ആരുമില്ല, തടയണ. നമ്മുടെ അമ്മയൊക്കെ ആണെങ്കിൽ എപ്പോഴും നീ കുറച്ചും കൂടെ കഴിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നാണക്കേടാണ്, ആളുകളൊക്കെ നോക്കും. വീട്ടിലാണെങ്കിൽ തടയത്തില്ല, എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ പറയും. അപ്പൊ മൂക്കുമുട്ട തിന്നാൽ തടയാത്ത സ്ഥലം ഭവനമാണ്. മുക്കാലി തടയണ ഭവാനിയാണ്. ഭവാനി. ഇനി നമ്മൾ പാമ്പാറിലേക്ക് വരികയാണ്. കേരളത്തിൽ ഇതിന് 25 കിലോമീറ്ററേ നീളമുള്ളൂ. ആകെ നീളവും കുറവാണ്, 31 കിലോമീറ്റർ. ഇത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതേത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വലുത് കബനിയാണെങ്കിൽ ചെറുത് പാമ്പാറാണ്. ഇതും പതിക്കുന്നത് എങ്ങോട്ട് തന്നെ? തമിഴ്നാട്ടിലാണ്, കാവേരിയിലാണ്. അപ്പോ കാവേരി നദിയിലാണ് പതിക്കുന്നത്, തമിഴ്നാട്ടിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ആദ്യം നമ്മൾ കണ്ടത് കർണാടകയാണ് കബനി, പിന്നെ ഭവാനിയും പാമ്പിനെയും കണ്ടപ്പോൾ തമിഴ്നാടാണ്. വീട്ടില് പാമ്പ് കയറി അല്ലെ, നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയാൽ നമ്മൾ അതിനെ ഓടിക്കുമ്പോഴത്തേക്ക് അയലത്തെ വീട്ടിലേക്ക് പോകും, തൊട്ടയലത്തെ വീട്ടിലേക്ക് പോകും. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും തമിഴ്നാട്ടുകാരെയാണ്. അപ്പോ തമിഴ്നാട്ടിലേക്ക് ആ പാമ്പ് പോയി, പാമ്പാറ് തമിഴ്നാട്. ഇനി നമ്മൾ ഓർക്കുന്നത്, ഇത് ഉത്ഭവിക്കുന്ന എവിടെന്ന് അറിയണ്ടേ? ഇടുക്കി ജില്ലയാണ്. ബെന്മോ, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പാമ്പ് ബെന്മൂറ, മൂർഖൻ പാമ്പ് ബെന്മൂർ ഒക്കെയാണ്. ബെർമൂടയിട്ട പാമ്പ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർക്കാം. ദേവികുളം താലൂക്ക്, ഇടുക്കിയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ ഒരു പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഇടുക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് നമ്മൾ പാമ്പിനെ കാണുന്നത്, ഇടുക്കിൽ ഒളിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇടുക്കിയിലാണ്. ക്ലിയർ ആണ്.
ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പാമ്പാറ്, ചിന്നാറ്, ചിന്നപ്പാമ്പ് എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. നമ്മളൊരു പാമ്പിനെ കണ്ടു, ഓ കുഴപ്പമൊന്നുമില്ല, ഒരു ചിന്ന പാമ്പാണ്, കുഞ്ഞൻ പാമ്പാണ്, അതങ്ങ് പോയിക്കോളും. ഇപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ചെറിയ നദിയാണ്. പാമ്പാറിന്റെ പതനസ്ഥാനം തമിഴ്നാടാണ്, കാവേരിയാണ്. ഉത്ഭവമോ ബെർമൂഡയിട്ട പാമ്പാണ്, ബെൻമൂറ്, ദേവികുളം താലൂക്ക്, ഇടുക്കിലാണ് കാണുന്നത്, ഇടുക്കി ജില്ല. ഓർത്തു വെക്കാലോ. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഓർക്കുന്നു. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറ. അപ്പൊ പാമ്പിനെ കണ്ടാല് ചിലര് കൊന്നിട്ട് വാനത്തിൽ ഇങ്ങനെ തൂക്കും, അല്ലെ? തൂക്കി ഇങ്ങനെ നിർത്തും. അപ്പൊ പറയും കണ്ടിനെ പാമ്പിനെയൊക്കെ കൊന്നേന്ന് പറയും, നമ്മൾ വീശി കാണിക്കും, അല്ലെ? ആകാശത്തോട്ടിൽ ഇങ്ങനെ ചുഴറ്റി വീശി കാണിക്കുന്നത്. അപ്പൊ വാനം ആകാശത്ത് തൂക്കി കാണിച്ചു, തൂവാനം. തൂവാനവും പാമ്പാണ്. പാമ്പിനെ കണ്ടാൽ ചിലര് കൊന്നിട്ട് ഇങ്ങനെ ചുഴറ്റി തൂക്കിയൊക്കെ കാണിക്കും. അപ്പൊ തൂവാനം പാമ്പാണ്, വെള്ളച്ചാട്ടം പാമ്പാറ്. പാമ്പാറിന്റെ മറ്റൊരു പേരെന്ത്? തലയാർ. പാമ്പിന്റെ തല എന്ന് ഓർത്താൽ മതി. പാമ്പിന്റെ തല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇതേത് തരം പാമ്പാണ്, മൂർഖനാണോ, അങ്ങനെ നമ്മൾ അതിന്റെ ഒരു രീതി മനസ്സിലാക്കുന്നു. അപ്പൊ പാമ്പാറിന്റെ തല, പാമ്പിന്റെ തല. പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? തേനാറ്, ചെങ്കലാറ്, തീർത്ഥമല, മയിലാടി, ഇരവികുളം. പാമ്പാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. ഇരവികുളമുണ്ട്, മയിലാടിയുണ്ട്, തീർത്ഥമലയുണ്ട്, ചെങ്കലാറുണ്ട്, തേനാറുണ്ട്. പാമ്പാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. പാമ്പാറ്, തേനാറ് തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുന്നു. അപ്പോ ഉണ്ടാകുന്ന കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ്? അതാണ് അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പോഷക നദിയാണ് അമരാവതി. പാമ്പാറ്, തേനാറ് തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച് ഉണ്ടാകുന്ന കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദി എന്താണ്? അമരാവതിയാണ്. ഇനി മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻകെട്ട് അണക്കെട്ട്, കുണ്ടല ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, ഇരട്ടയാർ, കുളമാവ് ഡാം, ലോവർ പെരിയാർ, പൊന്മുടി, ഇടമലയാർ, ചെങ്കുള ഡാം, ആനയിറക്കൽ ഡാം, ഇങ്ങനെ ഒരുപാട് അണക്കെട്ടുകൾ നമ്മുടെ കേരളത്തിനുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിക്കുമ്പോൾ കാവേരിക്ക് ഒരു പോഷക നദി ലഭിക്കുന്നു, അതാണ് അമരാവതി. ഇനി ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കല, തേനാർ പാമ്പാറിന്റെ പോഷക നദികളാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാറ്. തൂവാനം വെള്ളച്ചാട്ടത്തിന്റെയാണ്. കിഴക്കോട്ടൊഴുകുന്ന ചെറിയ നദിയാണ് പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. പതനസ്ഥാനം കാവേരി, തമിഴ്നാട്. വെൺമൂർ, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ലയാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ആകെ നീളം 31 കിലോമീറ്റർ, കേരളത്തിലെ നീളം 25 കിലോമീറ്റർ. പിന്നെ നമ്മൾ ഭവാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ കബനിയെ കുറിച്ച് പഠിച്ചു, പിന്നെ മയ്യഴിപ്പുഴ, മഞ്ചേശ്വരം പുഴ, നെയ്യാർ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി നദികൾ എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കായലുകൾ. അപ്പൊ നദികൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ഏത് ടോപ്പിക്കിലേക്ക് പോകുന്നു? കായലുകൾ എന്ന ടോപ്പിക്കിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അപ്പൊ കായലുകളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ 34 കായലുകളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകൾ. 27 കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 7 കായലുകൾ ഉൾനാടൻ ജലാശയങ്ങളാണ്. ഇതിന് കരയുമായിട്ടാണ് ബന്ധം. ഇതിന് പോയി കടലിലോട്ട് പതിക്കാൻ ഒരു അവസരം ലഭിക്കുന്നില്ല. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലഗൂണുകളുടെ നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ലഗൂണുകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ കേരളത്തിലെ 34 കായലുകൾ, 27 കടലിൽ പോയി പതിക്കുന്നു, 7 ഉൾനാടൻ ജലാശയങ്ങളാണ്,
വലിയ കായൽ വേമ്പനാട് കായലാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. ലഗൂണുകളുടെ നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഉൾനാടൻ ജലാശയങ്ങൾ 7 ഉൾനാടൻ ജലാശയങ്ങൾ 7 കണ്ണൂരിലെ കവായിക്ക് ഉടനെ ഒരു എന്ത് കിട്ടും, റംസാർ ഉടമ്പടി കിട്ടാൻ സാധ്യതയുള്ളതാണ്. കോഴിക്കോടിലെ അകലപ്പുഴ, തൃശ്ശൂരില് മൂരിയാട്, മനക്കൊടി തൃശ്ശൂരിലെ എനമക്കൽ, തൃശ്ശൂരില് കൊടുങ്ങല്ലൂർ വരാപ്പുഴ, ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലെ ശുദ്ധജല തടാകം, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി. ഇതൊക്കെയാണ് നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങൾ 7. ഇത് കരയുമായിട്ടായിരിക്കും അതിർത്തി പങ്കുവയ്ക്കുന്നത്, കടലിൽ പോയി വീഴില്ല. കവ്വായി, അകലപ്പുഴ, മുരിയാട്, എനമക്കൽ, കൊടുങ്ങല്ലൂർ, ശാസ്താംകോട്ട, വെള്ളായണി. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഉൾനാടൻ ജലാശയം അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അതുകൊണ്ട് 7 പേരുകളും പഠിച്ചു വെക്കുക. ഇനി മുരിയാട് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കവ്വായി ഏത് ജില്ല? കണ്ണൂർ. ശാസ്താംകോട്ട കൊല്ലം, വെള്ളായണി തിരുവനന്തപുരം, എനമക്കൽ കണ്ണൂർ തൃശ്ശൂർ. അപ്പൊ അങ്ങനെ ജില്ലകൾ ചോദിച്ചാലും എഴുതാൻ പറ്റണം. എനമക്കൽ തൃശ്ശൂരാണ്. എനമക്കൽ തൃശ്ശൂര്. ഇനി നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലിലേക്ക് പോവുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഈ വേമ്പനാട് കായലിന് 96 കിലോമീറ്റർ ആണ് നീളമുള്ളത്. എത്ര നീളമുണ്ട്? 96 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കേരളത്തിലെ ഏറ്റവും വലുതാണ്, ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട് കായൽ. ഇത് ഏതൊക്കെ ജില്ല വ്യാപിച്ചു കിടക്കുന്നു എന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വേമ്പനാട് കായൽ എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, 3 ജില്ലകളുമായി വ്യാപിച്ചു കിടക്കുന്നു. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഈ കുട്ടനാട് എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് അല്ലെ, സമുദ്രനിരപ്പിൽ നിന്ന് 2.2 കിലോമീറ്റർ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഏറ്റവും കൂടുതൽ കൃഷിയുള്ള പ്രദേശമാണ് കുട്ടനാട്. ഈ വേമ്പനാട്ട് കായലിനെ പുന്നമട കായൽ എന്നാണ് അവർ വിളിക്കുന്നത്. വേമ്പനാട് കായലിനെ എന്ത് വിളിക്കുന്നു? പുന്നമട കായൽ എന്ന് വിളിക്കുന്നു. ഇനി കൊച്ചി കായൽ എന്ന് വിശേഷിപ്പിക്കുന്നതും വേമ്പനാട് കായലിനെ തന്നെയാണ്. വേമ്പനാട് കായലിന് കൊച്ചി കായൽ, പുന്നമട കായൽ ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. വീരൻപുഴ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ഈ ഒരു വേമ്പനാട് കായൽ തന്നെയാണ്. വീരൻപുഴ എന്ന് അറിയപ്പെടുന്നു. കൊച്ചി കായൽ, പുന്നമട കായൽ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി വേമ്പനാട് കായല് പ്രധാന ദ്വീപുകളുണ്ട്. ഒന്ന് പാതിരാമണൽ, മറ്റൊന്ന് പെരുമ്പള, ഇനി വൈപ്പിൻ, വല്ലാർപാട്, കടമക്കുടി. ഇതൊക്കെയാണ് വേമ്പനാട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ. അപ്പോ വേമ്പനാട് കായലിന്റെ നീളം 96 കിലോമീറ്റർ ആണ്. ഏറ്റവും വലുതും നീളമേറിയതുമായ ഒരു കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല എറണാകുളം, കോട്ടയം, ആലപ്പുഴ. കുട്ടനാട്ടില് വേമ്പനാട് കായൽ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. കൊച്ചി കായൽ എന്ന് അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. വീരൻപുഴ ഇന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വീരൻപുഴ, കൊച്ചി കായൽ, പുന്നമട കായൽ. ജില്ല എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വലുതാണ്, നീളമേറിയതാണ്. വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ പാതിരാമണല്, പെരുമ്പളം, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി. വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002-ലാണ്. റംസാർ പട്ടികയില് വേമ്പനാട് കായലിനെ ഉൾപ്പെടുത്തിയത് എന്നാണ്? 2002-ലാണ് റംസാർ പട്ടികയില് വേമ്പനാട് കായലിനെ ഉൾപ്പെടുത്തിയത്. വേമ്പനാട് കായലിന് മാത്രമല്ല, കേരളത്തിലെ 3 കായലുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഏതൊക്കെയാണ്? വേമ്പനാട് കായൽ, കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായൽ, ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ. ഇത് 3ഉം 2002-ലാണ് ഉൾപ്പെട്ടത്. അപ്പൊ വേമ്പനാട്ട് കായലിന് കുറുകെ ഒരു ബണ്ടുണ്ട്. അതിന്റെ പേര് തണ്ണീർമുക്കം ബണ്ട് എന്നാണ്. ഇതിന് കുറുകെ ഒരു ബണ്ടുണ്ട്, തണ്ണീർമുക്കം ബണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ വേമ്പനാട് കായലിലാണ്. പക്ഷെ ഓപ്ഷനിൽ വേമ്പനാട് കായൽ ഉണ്ടെങ്കിലും നമ്മൾ ഉത്തരം പുന്നമട കായൽ എന്ന് പറയണം. കുണ്ടനാടിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് പുന്നമട കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്.
ആലപ്പുഴ ജില്ല. കൈതപ്പുഴ കായൽ എന്നത് വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. അപ്പൊ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണം. അതിന് വേമ്പനാട്ട് കായലിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മള് ഭവാനിയിലെ തടയണ കണ്ടു അല്ലെ, മുക്കാലി തടയണ. ഇത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. 1954 നിർമ്മിച്ചത്. PS ചോദിച്ചിട്ടുണ്ട്. 54 നിർമ്മിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേ ആണ് നിർമ്മിച്ചത്. ഇത് ഏത് കായലിലാണെന്നാണ് PS ചോദിച്ചത്. വേമ്പനാട് കായൽ. ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ വേമ്പനാട് കായൽ, പാതിരാമണല് വേമ്പനാട് കായൽ. അപ്പോ തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായൽ. എന്തിനാണ് തോട്ടപ്പള്ളി സ്പിൽവേ? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായൽ, പാതിരാമണൽ ഓർക്കുക. പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളിയും ഓർക്കുക. വൈക്കം ക്ഷേത്രവും വേമ്പനാട് കായലിന് തീരത്താണ്. വൈക്കം ക്ഷേത്രവും വേമ്പനാട് കായലിന് തീരത്താണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? വലുതാണ്, നീളമുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ്. പുന്നമടക്കായൽ, കൊച്ചി കായൽ, വീരമ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് പ്രധാന ദ്വീപുകൾ. പാതിരാമണലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വല്ലാർപാടം, വൈക്കം, കടമക്കുടി, പെരുമ്പളം ഒക്കെയുണ്ട്. 2002 റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇനി ഇതിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, പാതിരാമണൽ. ഒരു 100-ലധികം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് മൂന്നും. 1954 തോട്ടപ്പള്ളി സ്പിൽവേ. ഇനി വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടിലാണ്, കായൽ തീരത്തിലാണ്. ആലപ്പുഴ ജില്ല കൈതപ്പുഴ കായൽ എന്നറിയപ്പെടുന്നതും ഇതിന്റെ ഭാഗമാണ്. അടുത്തത് PSCയുടെ ഒരു ചോദ്യം തന്നെയാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനെയാണ്. അപ്പൊ കുട്ടനാട്ടില് സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയണം. ഉപ്പുവെള്ളം കയറുന്നത് തടയുക. അതിനു വേണ്ടിയിട്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തണ്ണീർമുക്കം ബണ്ട് എന്തിനാ നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ കുട്ടനാട്ടിൽ കൃഷിയുണ്ട്. അപ്പൊ സമുദ്രനിരപ്പിൽ താഴെയുള്ള കൃഷിയാണ്. ഉപ്പുവെള്ളം കയറിയാൽ പ്രശ്നമാകും. അത് തടയാനാണ്. 1958 ആരംഭിച്ച് 75 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇത് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുകയാണ്. വെച്ചൂർ ടു തണ്ണീർമുക്കം. അപ്പൊ ഡിസംബർ മാസത്തില് ഷട്ടറുകൾ താഴ്ത്തും, മെയ് മാസത്തില് ഉയർത്തും. ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. ഇനി എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് വെച്ചാല്, നമ്മുടെ മഴ പടിഞ്ഞാറൻ കാലവർഷത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് നെൽകൃഷിയെ രക്ഷിക്കുക. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഇത് നിർമ്മിച്ചിരിക്കുക. ഈ സമയത്ത് സ്പിൽവേയിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളത്തെ അറബിക്കടലിലേക്ക് ഒഴുകിക്കളയും. അപ്പൊ മണിമലയാർ, അച്ചൻകോവിലാർ, പമ്പാ നദി ഇവയിലൂടെയൊക്കെ അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് പ്രദേശങ്ങളിൽ അമിതമായിട്ട് വെള്ളം എത്തും. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിലൂടെ ഉണ്ടാകുന്ന വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളപ്പൊക്കത്തിലെ വെള്ളം കളയുക. എന്നാൽ തണ്ണീർമുക്കം ബണ്ട് എന്ന് വെച്ചാൽ എന്താണ്? തണ്ണീർ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം അല്ലെ. അപ്പോ കുട്ടനാട്ടിലെ കൃഷിക്കെല്ലാം ഉപ്പ് രസമായി പോയാൽ കണ്ണീരിൽ കുതിരും എന്നോർത്താൽ മതി. കണ്ണീര് വരും. ഉപ്പ് കണ്ണീരിനൊരു ഉപ്പ് രസമില്ലേ? അപ്പൊ തണ്ണീർമുക്കം ഉപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് വെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. PS ചോദിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി റാംസാർ കൺവെൻഷൻ നമ്മൾ പറഞ്ഞു. റാംസാർ ഉടമ്പടി 71 വന്നത്. 1971. കേരളത്തില്, ഇന്ത്യയില് റാംസാർ പട്ടികയിൽ ഇപ്പോൾ 75ഓളം നദികളുണ്ട്. 75 ഉണ്ട്. ഇപ്പൊ 2002 കേരളത്തിലെ റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത് അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ടയാണ്. 2002 3 ഉൾപ്പെട്ടത്. അടുത്തതായിട്ട് കൗവായി കായലായിരിക്കും ഇടം പിടിക്കാൻ പോകുന്നത്. എന്തിനാന്ന് ചോദിച്ചാല് തണ്ണീർത്തട വിഭവങ്ങൾ, ഈ ഒരു വെള്ളങ്ങളെയൊക്കെ സംരക്ഷിക്കുക, വിവേകപൂർവ്വമായി വിനിയോഗിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ഉടമ്പടി വന്നതാണ്. ഇറാനിലാണ് ഈ ഉടമ്പടി വന്നത്. 1971 ഉടമ്പടി വന്നത്. റാംസാർ സൈറ്റ് ഇറാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ 75 റാംസാർ സൈറ്റുകളുണ്ട്. കേരളത്തിൽ 3 അഷ്ടമുടി, വേമ്പനാട്, ശാസ്താംകോട്ട. ഇപ്പൊ 2002 വന്നത്. അടുത്തതായിട്ട് കൗവായി കായൽ ഉൾപ്പെടും. അപ്പോ ഇത്രയും മനസ്സിലായി. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട കായലാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ വയനാട് ജില്ലയാണ്. ക്ലിയർ ആണ്. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്, ഓപ്ഷനിൽ വേമ്പനാട്ട് കായലുണ്ട്, പക്ഷെ ഉത്തരം പുന്നമട കായൽ തന്നെ എഴുതുക. പുന്നമട കായൽ എന്നെഴുതുക. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിലാണ്. കേരളത്തില് കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27 നേരിട്ട് ബന്ധമുണ്ട്.
താഴെ പറയുന്ന ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ശാസ്താംകോട്ട ശുദ്ധജല തടാകം, വെള്ളായണി, പൂക്കോട് ശുദ്ധജല തടാകം. ഉപ്പള കായലാണ് ശുദ്ധജല തടാകം അല്ലാത്തത്. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇപ്പൊ നമ്മുടെ സമയം തീരാറായി. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങൾ